ആദ്യമായി ജോൺസൺ മാസ്റ്ററെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത് അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട്. കാര്യം എ.ടി. ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കേ എ.ടി. ഉമ്മർ, അർജുനൻ മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസനായിരുന്നു. അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ എ.ടി. ഉമ്മറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട് റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു. ഒന്നുമില്ല, ഈ വക യാതൊരു പ്രശ്നങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചില മടിയുള്ളവരുണ്ടാവും. നമ്മൾ നോക്കുക, അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ്. അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ജോൺസൺ സംഗീതം മാത്രമാണ്. ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ്, അല്ലാതെ ഈഗോടെ അല്ല.